നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാ പാറമേന്നെത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. വൻശോധനാവേളയിൽ തീച്ചോളയാതിൻ നടുവിൽ ചാര് തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ സ്നേഹമോർക്കുമ്പോ ഈ ലോകം തരാത്ത ശാന്തിയൻ ഹൃദയത്തെ നിറച്ച സ്നേഹമാ എന്നെന്നും കാത്തിടുമെന്നേ നിത്യം കാന്തയായതൻ കൂടെ വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 8-ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ന് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വചന ചിന്തയിലേക്ക് നമുക്ക് അല്പമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ചിന്തിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ബലപ്പെടുത്തും, നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും. ഹല്ലേലൂയ. പ്രിയരേ, പേടിയും ഉത്കണ്ഠയും വരുമ്പോൾ ദൈവം നമ്മോട് പറയുന്നതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രശ്നം മാറി എന്നല്ല, അവൻ കൂടെയുണ്ട് എന്നുള്ളതാണ് ഉറപ്പ്. കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുവാൻ കർത്താവിൻ്റെ ഒരു വാക്കുകൊണ്ട് കഴിഞ്ഞു എങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നു. ഇന്ന് എന്തിനെ കുറിച്ചാണ് നീ ഭയപ്പെടുന്നത്? അത് യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അസാധ്യമായുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ അരുളി ചെയ്ത നിങ്ങളുടെ സകല ഭാരവും യേശുവിൻ്റെ ചുമലിൽ ഇറക്കി വെച്ച് നാം ഫ്രീ ആയി സ്തോത്രത്തോടെ മുന്നോട്ട് പോകുവാനായി കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഹിതത്തിന്റെ മധ്യത്തിൽ, ഹല്ലേലൂയ, നാം ആയിരിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ ദിനവും വഴി നടത്തുവാൻ ഇടയായി തീരും. അതിന് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ദൈവഹിതത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത്. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. കോടാലി പിടിയിൽ നിന്ന് ഊരിപ്പോയാൽ ഉടമസ്ഥന് അതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായിരിക്കയില്ല. പ്രിയ ദൈവ പൈതലേ, പിടിയിൽ നിന്ന് ഊരിപ്പോയ കോടാലി നീയാണ്. നീ പിടിയോട് ചേർന്നിരിക്കുന്നിടത്തോളം, ഹല്ലേലൂയ, ആമേൻ, ദൈവഹിതത്തിന്റെ
മധ്യത്തിൽ കാണുന്നിടത്തോളം മാത്രമേ യജമാനനായ യേശു കർത്താവിന് നമ്മെ ഉപയോഗപ്രദമായ ആയുധമായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ശുശ്രൂഷയ്ക്ക് ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ ഹിതം പൂർണ്ണമായി ചെയ്യുന്നവനെയാണ് അവൻ എപ്പോഴും അന്വേഷിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് ഏൽപ്പിക്കും 1 ശമൂവേൽ 2:35 കാണുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. അവൻ ദാവീദിനെ കണ്ടെത്തിയപ്പോൾ, ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതം മെല്ലാം ചെയ്യും എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 13:22 കാണുന്നു. പിടി ഊരിപ്പോയ കോടാലി ഉപയോഗശൂന്യമെന്ന് മാത്രമല്ല, അത് അപകടകരവുമാണ്. അതുപയോഗിച്ച് ഒരുവനെ വെട്ടുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാം. പ്രിയ വായനക്കാര, പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ഏത് വിധത്തിൽ നിന്നോട് സംസാരിക്കുന്നുവോ, ഇത് ഏതെങ്കിലും വിധത്തിൽ നിന്നോട് സംസാരിക്കുന്നു ശാഠ്യത്തോടെ ദൈവഹിതത്തിന് എതിരായിരിക്കുന്ന നീ മറ്റുള്ളവർക്ക് അപകടകാരിയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ കോടാലി വെള്ളത്തിൽ വീണു, വെള്ളം കലങ്ങിയിരിക്കാം. ദൈവപൈതലേ, നീ കലക്ക വെള്ളത്തിൽ വീണിരിക്കുന്നുവോ? രക്ഷയുടെ സന്തോഷം, ദൈവിക സമാധാനം, ആദ്യ സ്നേഹം എന്നിവ നിനക്ക് നഷ്ടമായിരിക്കാം. കോടാലി നഷ്ടപ്പെട്ടവൻ അത് ഇനി ഒരിക്കലും തനിക്ക് തിരികെ കിട്ടുകയില്ലെന്ന് ചിന്തിച്ചു. നീയും അതേ അവസ്ഥയിൽ ആയിരിക്കാം. നഷ്ടപ്പെട്ട ആത്മീയ അനുഗ്രഹങ്ങൾ ഒരിക്കലും തിരികെ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നുവോ? അധൈര്യപ്പെടേണ്ട. നിന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. എഴുന്നേൽക്കുക, ദൈവ ഇഷ്ടത്തിനായി. ഹല്ലേലൂയ, ദൈവ ഇഷ്ടത്തിന്റെ മധ്യത്തിലേക്ക് മടങ്ങി വരിക. അതോടുകൂടെ സകലവും യഥാസ്ഥാനപ്പെടും. ഹല്ലേലൂയ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാനാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് അറിയിക്കുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞുപോലെ ആക്കി തീർക്കുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ ദിനംതോറും ശുദ്ധീകരിക്കുന്നതായി തീരുവാൻ ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, ഒരു പ്രഭാതം കൂടെ കാണുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, അടിയങ്ങളെ പോലെ ഈ പൽക്കാലം കാണുമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. കർത്താവേ, നാഥാ, അങ്ങ് ഞങ്ങളെ വലങ്കരം പിടിച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കാറ്റും കോളും പോലെ ഒന്നിനു പുറകെ ഒന്നായി പലവിധ രോഗങ്ങൾ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകൾ, പലവിധ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും യേശു കർത്താവിനെ വിളിച്ചുണർത്തിയാൽ, ഹല്ലേലൂയ, യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വരുന്നതായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ എൻ്റെ യേശു കർത്താവിൻ്റെ ഒരു വാക്കുമതി എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. അപ്പ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നല്ല ചെയ്ത കർത്താവ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം കർത്താവ്. വിശ്വാസത്തോടെ പാടുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ ദൈവത്തിനോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം. എന്നാണ് ഇതര വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അങ്ങ് ശ്രദ്ധ വച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദി പറയുന്നു. അപ്പാ, എല്ലാ മക്കൾക്ക് സൗഖ്യം, വിടുതൽ, ആശ്വാസം നൽകണമേ, കുടുംബ സമാധാനങ്ങൾ നൽകണം. അപ്പാ, ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കും. സുവിശേഷ വിരോധിക നിമിത്ത കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിനും യേശുവിന്റെ സമാധാനം നൽകി ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നറിൽ ചെയ്ത കർത്താവ്, അങ്ങ് ഞങ്ങളെ ദിനംതോറും വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം.
അധൈര്യപ്പെട്ടു പോകാതെ ഉറപ്പോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആയിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരുടെയും വിശ്വാസങ്ങളെ വർദ്ധിപ്പിക്കണം. അനുഗ്രഹിക്കുമാരിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.